ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു സവോള തോരനാണ്, അതായത് ഉള്ളി വെച്ചിട്ടുള്ളൊരു തോരനാട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ അല്ല എൻ്റെ, അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനി അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ 2 സവാളാണ്, ഒന്ന് മീഡിയം ഒന്ന് ചെറുത്. നമുക്ക് എത്രത്തോളം വേണോ വെച്ചാൽ തോരൻ എത്രത്തോളം വേണോ അത്ര നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് തോരൻ മതിയെങ്കിൽ അതിനനുസരിച്ച് ഉള്ളി എടുത്താൽ മതി. ഇനി നമ്മൾ അതെടുത്തതിന് ശേഷം കഴുകി ക്ലീനാക്കി കൊടുക്കണം. ഞാൻ ഇതിങ്ങനെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കണം, നീളത്തിലല്ല, ചെറുതാക്കിയിട്ട് ഇതുപോലെ ഞാനിങ്ങനെയാണ് ചെറുതാക്കി അരിയുക. നിങ്ങളെങ്ങനെ ചെറുതാക്കി അരിയുന്നത് വെച്ചാൽ അതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞ് കൊടുക്കുക. കനത്തിലൊന്നും അരിയരുത്, കനം കുറച്ചിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കുക. എങ്ങനെ അരിയേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോരോ ഷേപ്പ് കയ്യിൽ വെച്ചിട്ട് അരിയുന്നവരുണ്ടാവും, കട്ടിംഗ് ബോർഡ് വെച്ച് അരിയുന്നവരുണ്ടാവും. എങ്ങനെയാണെങ്കിലും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. അതാ അപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്തതാക്കി ഇനി അടുത്തത് ഇതുപോലെ തന്നെ ആക്കാം കേട്ടോ. ഇനി പെട്ടെന്ന് നമ്മളെ വീട്ടിലെ പച്ചക്കറികളില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ്. ഉള്ളിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ നമുക്ക് കഴിക്കുമ്പോഴൊന്നും. അതാ ഞാൻ എല്ലാ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ അതേപോലെ ചെറുതാക്കിയിട്ട് തന്നെ എടുക്കുക, നല്ല കനത്തിലൊന്നും എടുക്കാതിരിക്കുക. ഇനി നമുക്ക് എന്താ പഠിച്ചാൽ ഒരു പാൻ ചൂടാക്കാൻ വെക്കണം കേട്ടോ. പാൻ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ടും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉഴുന്നാണ്, ഒരു നുള്ളു ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഉഴുന്നിട്ടാം. അതിന് ശേഷം ഉണക്കമുളക് 2 കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ച് ഉള്ളിയില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഒരുപാട് അങ്ങോട്ട് വാടി നമ്മൾ കറിക്കൊക്കെ ആക്കുന്ന പോലെ അതുപോലെ വാടി കുഴയൊന്നും വേണ്ടേ, ജസ്റ്റ് ഒന്ന് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന പോലെ ഒന്ന് ആയാൽ മതി, ഒന്ന് വാടിയാൽ മതി. അല്ലാതെ വാടി ഉടയാനൊന്നും നിൽക്കുന്ന ആവശ്യമില്ല. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്നും ആവുമല്ലോ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്നും ആവും. അപ്പോൾ പെട്ടെന്ന് ആവും. ഒരുപാട് വാടി കണ്ട് കുഴഞ്ഞു പോകരുതേ. ഒന്ന് നമുക്ക് വാടാനാവുന്ന ഹാഫ് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത്രയും ആയാൽ മതി. നമുക്കതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. ആ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതുപോലെ നടുകേറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നോക്കി എടുത്താൽ മതി. കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുമ്പോൾ ടേസ്റ്റ് അല്ല, പറഞ്ഞാൽ കുറച്ച് സ്പൈസി ആയിരിക്കുമ്പോൾ രസമാണ്. അതിന് ശേഷം ഞാൻ ഒരു 5-6 ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഈ തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ആവശ്യത്തിന് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ചിരകി ആ ബോക്സിൽ വെച്ചതാണ്. അത് ആവശ്യത്തിന് മാത്രം നമുക്ക് തോരന് എത്രത്തോളം വേണോ അത്ര എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഉള്ളി എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ അരയ്ക്കേണ്ടത് നമ്മൾ ചമ്മന്തിക്ക് അരക്കില്ലേ അതുപോലെ ആക്കിയാൽ മതിയിട്ട്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് ആവരുത്. അതായത് ആ തേങ്ങയുടെ തരി പോലെ വേണം. ഇതുപോലെ ചമ്മന്തിക്കൊക്കെ ആക്കില്ല അതേപോലെ വേണം. തേങ്ങയുടെ ഒരു തരി പോലെ വേണം, ഒരുപാട് കണ്ട് പേസ്റ്റ് ആവരുത്. ഇനി അതിന് ശേഷം നമ്മൾ മൂടി വെച്ച ഉള്ളി ഒന്ന് തുറന്ന് നോക്കുക. അതാ അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അതാ ഒരുപാട് വാടിക്കൊണ്ടിട്ടല്ല, മീഡിയത്തിൽ വേണ്ട ഫ്ലെയിമൊക്കെ വെച്ചിട്ട് പോകാൻ. മൂടി വെച്ച് പോകുമ്പോഴൊക്കെ ആദ്യം കരിഞ്ഞു പോകണ്ട, അപ്പോൾ ടേസ്റ്റൊക്കെ ഇവിടെ ആകെ കൊളാവുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മാറ്റി ഇളക്കിയതിന് ശേഷം കുറച്ച് 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട്, നമ്മൾ തേങ്ങയിൽ ഇട്ടതല്ലേ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പില്ലേ ആ ഒരു തേങ്ങ ചമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് അതേപോലെ തന്നെ ചതച്ചെടുക്കണം കേട്ടോ. തേങ്ങ ഒരുപാട് അരഞ്ഞാക്കരുത്. ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളച്ച് നമ്മൾ സെറ്റാക്കി കൊടുക്കണം. ഞാൻ തേങ്ങയുടെ പച്ചച്ചോയ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സവാളത്തരം പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ പച്ചച്ചോയ പോട്ടെ. അതിന് ശേഷം ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇനി നമ്മളത് കഴിക്കാൻ നേരത്തെ സെർവ് ചെയ്തെടുക്കുക. എന്താ അപ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കിഡിലും സവാള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. വീട്ടിലെപ്പോഴും ഉള്ള സാധനമാണ് ഈ സവാള. അപ്പോൾ അതായത് ഉള്ളി, വലിയ ഉള്ളി. അപ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത്. കഴിക്കുമ്പോൾ ഉള്ളി ആണെന്നും നമുക്ക് അറിയുന്നില്ല. ഇടിയിലും ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. നമ്മൾ ബാക്കിയുള്ള തോരനും പോലെയല്ല, നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ തന്നെ ഉണ്ടാക്കുള്ളൂ. പിന്നെ പച്ചക്കറി വാങ്ങി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാം. പെട്ടെന്നൊക്കെ പച്ചക്കറികൾ വീട്ടിൽ ഇല്ലെങ്കിലും ഉള്ളി വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.